ഓഫ് സ്ക്രീനും ഓൺ സ്ക്രീനും അടിപൊളിയാണ്. തീർച്ചയായിട്ടും ഓൺ സ്ക്രീനൊക്കെ ഉണ്ടല്ലോ, ഓൺ സ്ക്രീൻ നല്ലതാ, ഓഫ് സ്ക്രീനൊക്കെ ഉണ്ടല്ലോ ഭയങ്കര അടിപൊളി. അത് അത് ഭയങ്കര രസമായിരുന്നു. കാരണം ഇപ്പോൾ ആ സമയത്ത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ഒരു ദിവസം രാജു പൃഥ്വി ഞാൻ അവൻ്റെ ക്യാരവനിലേക്ക് കയറിയപ്പോഴത്തേക്കും അവൻ പോകുന്നൊരു ഭയങ്കരമായിട്ട് കെട്ടിയൊക്കെ പിടിച്ച് എന്താ ഞാൻ ഇന്നലെയാണ് ലുക്കാ ചുപ്പി കണ്ടത്, പൊളിച്ചിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എക്സൈറ്റഡ് ആയി. എന്നിട്ട് അപ്പോൾ അവൻ്റെ വീട്ടിലെ ക്യൂവിലാണ് അവൻ കണ്ടിട്ടുള്ളത്, തിയേറ്ററിൽ പോയിട്ടല്ല. നമുക്ക് ഇന്ന് എൻ്റെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് ഞാനും ഇന്ദ്രനും രാജുവും കൂടി വീണ്ടും അവൻ്റെ വീട്ടിൽ പോയിരുന്ന സിനിമ കണ്ടു. അപ്പോൾ ഒരു നല്ലത് കണ്ടാൽ അത് പറയാനുള്ള ഒരു അത്രയും ആത്മാർത്ഥമായിട്ട് പറയാനുള്ള ഒരു മനസ്സുണ്ടാകുക എന്ന് പറയുന്നത് വലിയ ക്വാളിറ്റി. എനിക്ക് ലുക്കാ ചുപ്പി സങ്കടമാണ് തരുന്നത്. കാര്യം വളരെ നല്ല ഒരു കുഞ്ഞു സിനിമ, വളരെ നല്ല സിനിമ, പക്ഷേ എന്തുകൊണ്ട് അത് എത്തേണ്ടടുത്ത് എത്തിയില്ല എന്ന് ഞാൻ എന്നും വിഷമിക്കാറുണ്ട്. ഭയങ്കര എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലുക്കാ ചുപ്പി ഈ പറഞ്ഞ് മമ്മൂക്ക് എൻ്റെ അടുത്ത് കണ്ടുള്ളൂ, എന്ത് നല്ല സിനിമയുടെ ഒരുപാട് വൃത്തിയായിട്ട ടൈറ്റിലും എന്ന് പറഞ്ഞു. സത്യമാണത്. കാരണം അതിൻ്റെ ടൈറ്റിൽ തന്നെ ആയിരിക്കും ഒരു പക്ഷേ കുഴപ്പം എന്നെനിക്ക് പിന്നീട് ആലോചിക്കുമ്പോൾ തോന്നുന്നു. മേ ബി അതാണോ റീസൺ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ തോന്നുന്നു അത് മാത്രമായിരിക്കണം. കാരണം ലുക്കാ ചുപ്പി ജനങ്ങളിൽ നിന്നും കുറച്ച് വിട്ടാകുന്ന ടൈറ്റിലാണത്. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഒളിച്ചുകളി എന്നാണ് ടൈറ്റിൽ. എന്നാൽ പിന്നെ അത് ഇട്ടാ പോരായിരുന്നു ചോദിച്ചു പറഞ്ഞു. പക്ഷേ ഈവൻ അപ്പോൾ അതായത് കുറേ ഫ്രണ്ട്സ് വീണ്ടും ഒത്തുചേരുന്നതാണ് സിനിമ. അപ്പോൾ നമ്മൾ ആദ്യം 97 ബാച്ച് മഹാരാജാസ് എന്നൊക്കെ എഴുതെങ്കിൽ അത് ഭയങ്കര മലയാളികൾ എന്നും ഭയങ്കര സത്യമാണ്. അതൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് റീച്ച് ആയാലും. ഞാൻ തിയേറ്ററിൽ പോയി കണ്ടവിടെ, പക്ഷെ ഒരാഴ്ചയൊന്നും അത് പോയില്ല. പക്ഷെ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഭഗവാനെ അത് കുറേ ദിവസങ്ങൾ ഓടേണ്ട, കുറേ ആൾക്കാർ കാണേണ്ട ഒരു സിനിമ. സത്യമാണ്. അപ്പോൾ അതെന്തോ ചില സിനിമയ്ക്ക്, പക്ഷെ അത് ഈ പറഞ്ഞ പോലെ നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റി. ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡയറക്ടറാണ് ബഷീർ ഖാൻ. പിന്നെ അതുപോലെ തന്നെ നജീം കോയൻ്റെ റൈറ്റർ, നല്ല ക്യാമറ വർക്ക്, നല്ല ആർട്ട്, ഭയങ്കര സെൻസിബിളായിട്ടുള്ള സിനിമയാണ്. എനിക്ക് ഈ പറഞ്ഞ പോലെ നാഷണൽ അവാർഡ് വരെ വേണ്ടി നേടിത്തന്നത് സുധിയും ലുക്കാ ചുപ്പിയും രണ്ടും എക്സ്ട്രീമായിട്ട് നിന്നതിൻ്റെ പേരിൽ തന്നെയാണ്. അതിൽ ഫുൾ വെള്ളമൊടിച്ചുള്ളൊരു ക്യാരക്ടർ അല്ലേ, ആദ്യം മുതൽ അവസാനം വരെ കയ്യിലൊരു മദ്യക്കുപ്പിയും സിഗരറ്റുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന, പാതി അടഞ്ഞ മിഴിയായിട്ടിരിക്കുന്ന ഒരാൾ. പക്ഷേ അത് ഭയങ്കര രസമുള്ള ക്യാരക്ടറാണ്. അത് എൻ്റെ അടുത്ത് ശ്യാം സാർ പറഞ്ഞു, ശ്യാം സാറായിരുന്നു എൻ്റെ ഇതുണ്ടായിരുന്നത്. അപ്പോൾ ശ്യാം സാർ പറഞ്ഞു അവർക്ക് മനസ്സിലായില്ല ജയ നീയാണെന്ന് അവരോട് പറയണ്ടായി എന്ന് പറഞ്ഞു. അയ്യോ, ഞാൻ പറഞ്ഞു അത് തന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും